ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് 14 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. മാവേലിക്കരയിലെ സ്പെഷ്യൽ ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോവുകയാണ്. നേരത്തെ AR ക്യാമ്പിലും ആശുപത്രിയിലുമെല്ലാം കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ചിരി രാഹുലിന്റെ മുഖത്തിപ്പോഴില്ല. ഒരല്പം സങ്കടത്തോടെ രാഹുൽ ഇറങ്ങി വരുന്നതാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. വലിയ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു FIR വിവരങ്ങളിലടക്കം നമ്മൾ കണ്ടത് രാഹുലിനെതിരെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് 14 ദിവസത്തേക്ക്. രാഹുൽ മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് രാഹുലിനെ കൊണ്ടുപോകും. SIT ഇന്ന് കസ്റ്റഡി ആവശ്യം ഉന്നയിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡി അപേക്ഷ SIT നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഏതാണ്ട് 6 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് AR ക്യാമ്പിൽ, പത്തനംതിട്ട AR ക്യാമ്പിൽ നടന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയതും പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തത്. അവിടെ നിന്ന് 14 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത ഇപ്പോൾ വരുന്നത്. വിഷ്ണു സുരേഷും ഷിജോ കുര്യനും ചേരുന്നുണ്ട്. ഷിജോ, എപ്പോഴേക്ക് ജയിലിലേക്ക് രാഹുലിനെ എത്തിക്കാൻ സാധിക്കും? വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലായിടങ്ങളിലും നേരത്തെ നമ്മൾ ആശുപത്രിയിൽ കണ്ടതാണ്. സമാനമായ പ്രതിഷേധമുണ്ടാകും എന്ന നിലയിൽ സുരക്ഷാ മുൻകരുതൽ പോലീസ് എടുത്തിട്ടുണ്ടോ? നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷ ജില്ലയിൽ ഉടനീളം ഉണ്ടായിരുന്നു. പക്ഷേ ആ സുരക്ഷാ സന്നാഹങ്ങളെ പോലും മാറ്റി നിർത്തുന്ന തരത്തിലായിരുന്നു വലിയ പ്രതിഷേധം യുവമോർച്ചയുടെയും DYFIയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി അതിനുശേഷം അവിടുന്ന് മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലടക്കം വലിയ പ്രതിഷേധങ്ങൾ കണ്ടു. യുവമോർച്ച പ്രവർത്തകന്റെ കാലടക്കം ഒടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ജീപ്പിന് മുമ്പിൽ റോഡിൽ കിടന്ന യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. അവരെ മാറ്റിക്കൊണ്ടാണ് പോലീസ് വാഹനം ഇപ്പോൾ ഇവിടുന്ന് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് പോയിട്ടുള്ളത്. ഇതിനകത്ത് കാണേണ്ടത് പൂർണ്ണമായിട്ടും ഒരു ഭാഗത്ത് ഗതാഗതം ഭാഗികമായിട്ട് തടസ്സപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ നമ്മൾ പരമാവധി വേഗം പോകാനോ അവർക്കൊപ്പം പോകാൻ ശ്രമിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് മാവേലിക്കരയിലേക്ക് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1 മണിക്കൂർ മേലെ പരമാവധി വേഗം പോയാൽ പോലും ഇപ്പോൾ 1 മണിക്കൂർ സമയമെങ്കിലും എടുക്കും. മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് നമ്മളും അവർക്കൊപ്പം പോകാൻ തന്നെ ശ്രമിക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം ജില്ലയിൽ ഉടനീളം ഉണ്ടാകുന്നു. നേരത്തെ പാലക്കാട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പോലെ പ്രതിഷേധം, മറ്റ് പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ള പോലെ പ്രതിഷേധം ഇപ്പോൾ ഇവിടെയും കണ്ടതാണ്. എന്തായാലും ഈ കുറ്റകൃത്യത്തിനകത്ത് ആദ്യ 2 പരാതികളിലും ഉണ്ടാകാത്ത തരത്തിലുള്ള അതിനപ്പുറത്തേക്കുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലുകൾ SITക്ക് ഇതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.